ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ജ്യൂസ് റെസിപ്പിയുമായിട്ടാണ്. ഇവിടെ UAE റെസ്റ്റോറൻറ്റുകളിലും കഫ്തീരിയകളിലൊക്കെ പോയാൽ സ്പെഷ്യലായിട്ട് കിട്ടുന്ന ഒരു ജ്യൂസാണിത്, അവർ അൽ കൽബ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഈ സ്പെഷ്യൽ ജ്യൂസ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനിവിടെ ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്, നന്നായി പഴുത്തിട്ടുള്ളൊരു മാങ്ങ. മീഡിയം സൈസിലുള്ളൊരു മാങ്ങയാണിത്. ഇത് തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ഒരു പഴം എടുത്തിട്ടുണ്ട്. ഇവിടെ കിട്ടുന്ന റോബസ്റ്റ പോലുള്ള ഒരു പഴമാണിത്. ഈ പഴം തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമ്മുടെ സാധാരണ മൈസൂർ പഴമോ പൂവമ്പഴമോ ഒക്കെ ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇത് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച് ഐസാക്കി എടുത്തിട്ടുള്ളതാണ്. ഇതൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ഈ ജ്യൂസ് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ ഈ ജ്യൂസ് നന്നായി ഞാൻ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സർവിങ് ഗ്ലാസിൻ്റെ പകുതി ഭാഗം മാത്രം ഈ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള ജ്യൂസായിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മുടെ അടുത്ത ലെയർ റെഡിയാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ ഒരു 8 സ്ട്രോബെറി ഇതുപോലെ ഒന്ന് ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് പാല് ഐസാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഇതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ ഈ ജ്യൂസും ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് മുമ്പായിട്ട് ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് സോസ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുള്ള ചോക്ലേറ്റ് സോസാണ്. അപ്പോൾ ഇത് 1-2 ടീസ്പൂൺ നമ്മുടെ ഈ ഗ്ലാസിൻ്റെ മുകളിലായിട്ട് ഒരു ലെയർ പോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ചോക്ലേറ്റ് സോസ് നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാനും കിട്ടും കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, 1-2 ടീസ്പൂൺ മതി. ഇനി ഇതിലേക്ക് നമ്മുടെ അടുത്ത സ്ട്രോബെറി വെച്ചിട്ടുള്ള ആ ഒരു മിൽക്ക് ഷേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ മിൽക്ക് ഷേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ പതിയെ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ നല്ല സ്പീഡിൽ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ അത് അടിയിലേക്ക് താഴ്ന്നു പോകും. അപ്പോൾ നമുക്ക് ഈ ലെയറായിട്ട് കിട്ടില്ല. പിന്നെ നമ്മുടെ കയ്യിൽ സ്ട്രോബെറി കുറച്ചേ ഉള്ളൂ, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ അളവിൽ ഈ ജ്യൂസ് റെഡിയാക്കി എടുക്കണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്ട്രോബെറി ജ്യൂസിൽ ഒരു പഴം കൂടെ ചേർത്ത് അടിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിന് മുകളിലായിട്ട് ഞാനിവിടെ 1 സ്കൂപ്പ് വാനില ഐസ്ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ചോക്ലേറ്റ് സോസ് കൊണ്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ജ്യൂസായ അവർ അൽ കൽബ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. താങ്ക് യു.